തുറക്കുന്നു അടയ്ക്കുന്നു, എത്ര നേരം കൊണ്ട് തുറക്കല് ഇങ്ങനെ ഡ്രാമയാ. തുറക്കല് അടയ്ക്കല് ഡ്രാമകൾ നടക്കുക. തുറക്കലും അടയ്ക്കലും ഡ്രാമ. ഏതാണ് ഇപ്പൊ തുറക്കലും അടയ്ക്കലും ഡ്രാമ ഉണ്ട്? ഇത് എവിടെ പോയെന്നാണ് ഡ്രാമ? ഏതൊക്കെ ഡ്രാമ നടത്തുക? തുറക്കലും അടയ്ക്കലും ഡ്രാമയുടെ ഡ്രാമ. ഭയങ്കര ഡ്രാമ ഉണ്ടായിരുന്നു. ഡ്രാമയും കൊണ്ട് നടക്കുകയാണ് ഡ്രാമയുമായിട്ട്. ഡ്രാമയുണ്ടോ പൊന്നിച്ചോ? ഡ്രാമയുണ്ടോ? അയ്യോ ഡ്രാമയുമായിട്ടുള്ള നടപ്പുണ്ടോ പൊന്നിച്ചോ? ഡ്രാമയുണ്ടോ? അയ്യോ ഡ്രാമ. പാതിരാത്രി ചട്ടുകാലിനും അവന്റെ മോനും എല്ലാവരും നടക്കുക ഡ്രാമയുമായിട്ട്. പിന്നെ എങ്ങാണ്ടും ദിവസം വരും പാതിരാത്രിക്ക്. 103 വേണം മുറിക്കാത്തൊരു പാതിരാത്രിക്കാരൻ വരും. ഒരു പാതിരാത്രിക്ക് അവന്നുള്ള ഡ്രാമ. ഇത് ഏതാണെന്ന് ഈ ഡ്രാമക്കാരെ തെമ്മാടി കഴിയുന്നത്? ഏതോ ഒരു തെമ്മാടി ഇങ്ങനെ വന്ന് ഡ്രാമ ഉണ്ടാക്കുക ഒരു ഡ്രാമയും കൊണ്ട്. ഏതോ ഒരു തെമ്മാടി ഡ്രാമയിലാതിരിക്കുക. ഏതോ ഒരു തെമ്മാടി പെണ്ണുങ്ങളെ കുറിച്ച് ഡ്രാമ ഉണ്ടാക്കാനായിട്ട് വരും എങ്ങാണ്ടൊന്നും. ഏതോ ഒരു തെമ്മാടി കഴിയുന്ന പാതിരാത്രിക്ക് വരും. പാതിരാത്രിക്ക് എവിടെയാണ് അവന് ഏതോ ഒരു തെമ്മാടി കൈ വരുന്നത്? പാതിരാത്രി ആകുമ്പോൾ വലിയ ഡ്രാമയിലായിട്ട് വരിക. വരുന്നതെന്ന് അറിയത്തില്ല. എങ്ങാണ്ട് തെമ്മാടി കഴിയും. നേരാണ് 103 എന്ന് പറയുന്നൊരു ഫ്ലാറ്റുണ്ട്. ഈ ഫ്ലാറ്റിനകത്ത് പല പല രോഗങ്ങളാണ്. പല പല രോഗങ്ങളാണ്. എന്താ ഇത്ര രോഗമെന്ന് മനസ്സിലാവുന്നത്? ഇത്ര രോഗമുണ്ടോ? അയ്യോ രോഗം. നമ്മൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ വേറെ ആരെങ്കിലും വിളിച്ചു വന്ന കഥ. എന്താ ആരെയും വിളിക്കുമെന്ന് അറിയത്തില്ല. അവിടുമാരുണ്ടാക്കും കഥ. ആരാടെ വിളിച്ചു വന്നത് നമുക്ക് നമ്പർ സഹിതം അറിയാം ആരെയാണ് വിളിക്കുന്നത്. പക്ഷെ എന്തുവാന്ന് അറിയത്തില്ല. അങ്ങനെ വേറെ ആരാണ്ടെ വിളിച്ചത്. നമ്പർ നീ മാറ്റുമോന്ന് അറിയത്തില്ല. എന്തുവാന്ന് അറിയത്തില്ല. ഡ്രാമയുടെ വശം എന്തോ ഉള്ളുകളി എന്ന് അറിയത്തില്ല. പക്ഷെ നമ്മുടെ കയ്യിലും ശ്രീകുമാരി എന്ന് പറയുന്നവർ അവര് തന്നെ ഫോൺ എടുക്കുന്നത്. പക്ഷെ എന്തോ ഡ്രാമ നമ്മൾ വേറെ ആരോട് സംസാരിക്കുവാണെന്നാ ഡ്രാമ. എന്തുവാന്ന് ഇത്ര ഡ്രാമ എന്നുവെച്ചാൽ എന്താ ഡ്രാമ ചെയ്തെന്ന് മനസ്സിലാവുന്നു. ഇത്ര ഡ്രാമ ഉണ്ടോടാ? ഡ്രാമയുമായിട്ട് നടക്കുക ഡ്രാമ. ആരെ പിടിക്കാനും പറ്റില്ല. വിളിക്കാറുള്ള ഡ്രാമയാണ്. എന്തായാലും ഡ്രാമയാണെന്നാ. ഹാൻഡിക്യാപ്റ്റ് നടക്കുമോ? മുരാരിലാലിന്റെ മോൻ ഹാൻഡിക്യാപ്റ്റ് വല്ല മോനും ഇങ്ങനെ നടക്കുക ഇപ്പൊ ഡ്രാമയുമായിട്ട്. കേൾക്കുന്നുണ്ടെന്ന് പത്തിലായോന്ന് അറിയത്തിലാണ്. ആ 10ാം ക്ലാസ്സിലായില്ല. മുട്ടയിൽ വിരിഞ്ഞില്ല. ആ അഭിഹിതം ഉണ്ടാക്കി നടക്കുക. മുട്ടയിൽ വിരിയാത്തവരെ ഇപ്പൊ അഭിഹിതം ഉണ്ടാക്കുന്നേ. മുരാരിലാലിന്റെ കൊച്ചുമോൻ മുട്ടയിൽ വിരിയാത്തവരെ ഇപ്പൊ അഭിഹിതം ഉണ്ടാക്കാൻ വരുന്നത്. ഇപ്പൊ അഭിഹിതം ഉണ്ടാക്കാൻ വരുന്നത് മുട്ടയിൽ വിരിയാത്ത മുരാരിലാലിന്റെ കൊച്ചുമോനാ. അഭിഹിതം ഉണ്ടാക്കാൻ നടത്തുക. നാണക്കേട്ട പറ്റി അവൻ സ്കൂളിൽ പോയി പഠിക്കുമല്ല. അവൻ അഭിഹിതം ഉണ്ടാക്കാൻ നടത്തുക. കണ്ട പെണ്ണുങ്ങളെ കുറിച്ച് അഭിഹിതക്കഥ ഉണ്ടാക്കാൻ നടത്തുക. തെമ്മാടി. 10ാം ക്ലാസ് തെമ്മാടി. അവരൊരു തെങ്ങനുണ്ട് ഇങ്ങനെ അഭിഹിതമായിട്ട് നടക്കുക. അവരെ കണ്ട ആത്മ പിടിച്ച പോലെ ഇരിക്കുക. ആത്മ വന്ന പോലെ ഇരിക്കുക. നേരോട്ട് ഇങ്ങനെ ചാപ്പ വെച്ചത് ഇങ്ങനെ കീഴോട്ട് വരാൻ പറ്റാത്ത പോലെ അവിടെ കഴുത്തും തേപ്പവും കൊണ്ട് ഇരിക്കുന്നത്. അവരിങ്ങനെ നടക്കുക. അഭിഹിതക്കഥയെ പറഞ്ഞ് നടക്കുക തെമ്മാടികള്. തെങ്ങാടി നാണംകെട്ട തെമ്മാടിയൊക്കെ. നാണവും മാനവും ഇല്ലാത്ത തെമ്മാടി. ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നടക്കുക. കഥയുണ്ടാക്കി കഥയുണ്ടാക്കി ഈ വയസ്സ് പഠിക്കുന്ന താമസിക്കുന്ന 180 ഏത് പറയുന്ന CH അപ്പാർട്ട്മെന്റ് അതിന്റെ റെന്റ് എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത്. അല്ലാതെ കണ്ടതൊന്നും എഴുതിയതാണെന്ന് നമുക്കറിയത്തില്ല. എന്തുവാന്ന് അറിയത്തില്ലത്. നമുക്ക് പിന്നെ അമ്മയെ അപ്പനും ഞാൻ എഴുതി കൊടുക്കുന്നത് കഥയുണ്ടാക്കുന്നത്. ഏതാണ് നമ്മുടെ കഴിവാക്കാൻ ലോഹിരാജ്കുമാർ നമ്മുടെ കഴിവാക്കാൻ നീയാണോ എന്റെ കാശ് കൊടുക്കുന്നത്? എന്റെ അപ്പനുണ്ടാക്കിയാണ് ഞാൻ കൊടുക്കുന്നത്. അവനെ വരുന്നത് അറിയാൻ വയ്യാതെ തെമ്മാടി കഴിവുകൾ ഞങ്ങളുടെ അക്ഷരം പോലെ എഴുതാൻ ഞാൻ ഇത്രയും നാളെ ഇത്രയും മുഴുക്കിയായിട്ട് അവർക്ക് അക്ഷരം പോലെ ആരെന്നോ പോലും അവർക്ക് 1-2 പോലും വായിക്കാൻ അറിയാത്ത തെമ്മാടി കഴിവുകൾ. നീ എത്രയും ജീവിച്ചിട്ടായി പോയി തൂങ്ങിച്ചവരെ ഏകാദശി വ്രതം ഉണ്ടാക്കുവോ? ഏകാദശി വ്രതം എന്താ ഏകാദശി വ്രതം ഉണ്ടാക്കുവോ? നാണംകെട്ട തെമ്മാടി കഴിവുകൾ. അക്ഷരം പോലെ എഴുതാൻ അറിയാൻ വയ്യാത്ത തെമ്മാടി. എങ്ങാണ്ട് കേട്ട പറ്റി ഇന്നല്ല എങ്ങാണ്ട് ഇല്ലിപ്പഴത്തെ തെമ്മാടി കഴിവുകൾ സന്തോഷി എന്ന് പറയുന്ന തെമ്മാടി. ഇല്ലിപ്പഴത്തെ തെമ്മാടി. ഈ കഥ ഉണ്ടാക്കുന്നു പെണ്ണുങ്ങളെ കുറിച്ച്. ഇതിന്റെ മോളെ കുറിച്ച് കൊണ്ടൊരു കഥ ഉണ്ടാക്കിയത് അവരിങ്ങനെ മധ്യപ്രദേശ് ഓട്ട ഗോതമാല കൂലി കൊണ്ടല്ലോ പെണ്ണുങ്ങളൊക്കെ നിന്റെ കൂലി വിൽക്കുകയെല്ലാം നടത്തുന്ന അവരെ കൊണ്ട് നീ അവരെ കൊണ്ട് കഥ ഉണ്ടാക്കും. അത്
മോന്റെ കൂടെ താമസിച്ചിട്ട് അവള് കടയുണ്ടാക്കുന്ന മോന്റെ പെണ്ണുമ്പിളയാണ് പുതിയ 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 കളറുകളാണ്. മോന്റെ പെണ്ണുമ്പിളയാകുമ്പോൾ അവള് ഡ്രാമയെല്ലാം ഉണ്ടാക്കുന്നത്. N47 സെക്ടർ 9 ആർക്കെങ്കിലും സെക്ടർ 9 N47 അവള് കഥയുണ്ടാക്കുന്നത്. മോന്റെ കൂടെ കിടക്കുന്നതിന് കഥയാ, അവിടെ കഥയാ കാണാൻ കേട്ട പറ്റി. കഥയുണ്ടാക്കല് അക്ഷരം പോലും എഴുതാൻ അറിയാത്ത ഇല്ലിട്രേറ്റ് തെണ്ടിയും കണ്ട് അക്ഷരം പോലും എഴുതാൻ അറിയാത്ത ഇല്ലിട്രേറ്റ് തെണ്ടി ആരാണ് ഇവിടെ വിചാരം കണ്ട് ഇല്ലിട്രേറ്റ് തെണ്ടി. ഇവിടെ മോള് ഡോക്ടറാണ്, എന്തോ ഡോക്ടറാണെന്ന് ഇവിടെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് എന്തോ ഡോക്ടറാണോ മനസ്സിലാവാത്തത്. എന്തോ അറിയാം സർട്ടിഫിക്കറ്റ് നമ്മൾ കണ്ടു, എന്തോ സർട്ടിഫിക്കറ്റ് ആണ്, അതുകൊണ്ട് കള്ള സർട്ടിഫിക്കറ്റ് ആണെന്നൊക്കെ ആയിരിക്കും. അവിടെ ഇങ്ങനെ കുറെ കണ്ടെത്തായാലും കുറെ കള്ള സർട്ടിഫിക്കറ്റ് ഇല്ലിട്രേറ്റ് തെണ്ടിയത് എങ്ങാണ്ട് അച്ഛൻ മുമ്പ് 1 എഴുതാൻ അറിയാൻ വയ്യത്. നീ ജീവിച്ചിരിക്കുന്ന എന്തിനാണ്? നീ ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ലാത്തോളാം. നീ വെച്ച് തൂങ്ങിച്ചാവടി, നീ പോയി തൂങ്ങിച്ചാവടി വേണ്ടി. നമുക്ക് സാമർത്ഥ്യം കേട്ടാൽ അവിടെ സാമർത്ഥ്യത്തിനുള്ള വർത്താനം അവിടെ കള്ളത്തര അഭിനയം കണ്ടാല് നാണന്റെ പറ്റി അവിടെ സാമർത്ഥ്യത്തിലുള്ള വർത്തമാനം എന്നും കണ്ടാല് അവിടെ വർത്താനമൊക്കെ കേൾക്കണം. അവിടെ ഡ്രാമ അവിടെ ഉണ്ടാക്കുന്ന ഡ്രാമയൊക്കെ കാണുന്നത് അവിടെ ഡ്രാമ അതൊക്കെ എന്താ ഫോൺ അറിയാവുന്ന മെസ്സേജ് വോയിസ് മെസ്സേജുകൾ നടക്കുക. അച്ഛൻ അറിയാൻ വയ്യാതാണ് വോയിസ് മെസ്സേജ്, അച്ഛൻ അറിയാൻ വയ്യാതാണ് ഇങ്ങനെ വോയിസ് മെസ്സേജ് നടക്കുക. വോയിസ് മെസ്സേജ് ഇല്ലിട്രേറ്റ് നീ ആരാടി ഇവിടെ ദീപായപ്പന്റെ ഇതാക്കാണ് വിലക്ക് വാങ്ങിക്കുന്നത്. നീ ആരാടി ദീപായപ്പന്റെ വിലക്ക് വാങ്ങിക്കാൻ നീ ആയോടി? പറ്റി നീ ദീപായപ്പന്റെ വിലക്ക് വാങ്ങിക്കാനായോടി? നീ ദീപായപ്പന്റെ വില കൊടുത്തിട്ട് നീ കണ്ടവന്മാരത് പറയാൻ നീ ആയോടി? നീ പറയാണ്ടാക്കുക കണ്ടവന്മാരിക്കറ തോന്നിയാണ്ട് പറയാണ്ടാക്കുന്നു. നിന്റെ അകത്ത് കുറച്ചൊക്കെ അടിച്ചു പോകുന്നൊക്കെ സാമാനോടെ അടിച്ചിട്ട് നിന്റെ കാണാതെ കുറെ സാമാനൊക്കെ ഉണ്ടാക്കി പിഗ്മെന്റേഷനോട് അമ്മയുടെ ഒരാളെ മോളുണ്ടായിരുന്നു പറഞ്ഞ ഇങ്ങോട്ട് നടക്കുകയായിരുന്നു. കടയിലോട്ട് അവിടെ കൂടെ പഠിക്കുന്നവരെ എന്തുവാ അവിടെ കൂടെ പഠിക്കുന്നവരെ അനിയത്തിയുടെ ആങ്ങളക്ക് മറ്റേത് മറിച്ചേത്